Hi, I am Isha and I'm working as a psychologist at Prayatna Child Development Center. Hi, I am Parvati. I am working as a psychologist at Prayatna Child Development Center. എന്താണ് അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് അല്ലെങ്കിൽ ABA എന്നുള്ളത്? ABA എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ അനാലിസിസ് ടെക്നിക്കാണ്. ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക് ടെക്നിക്കാണ് ABA. ഇത് കുട്ടികളുടെ ലേണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റെഡ്യൂസ് ചെയ്യുന്നതിനും കൂടിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തഡാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് മോട്ടിവേഷൻ ആൻഡ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്നുള്ളത് ഏതൊക്കെ ബിഹേവിയേഴ്സ് കുട്ടികൾ എക്സിബിറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഏതൊക്കെ ബിഹേവിയേഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കുട്ടികൾ ഒരു മോട്ടിവേഷൻ ഫാക്ടർ കാണാൻ സാധിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ABC അനാലിസിസ് എന്നുള്ളത്. ഇവിടെ A എന്ന് പറയുന്നത് ഇസ് ഫോർ ആൻറ്റിസിഡൻസ്, അതായത് ഒരു ബിഹേവിയർ സംഭവിക്കുന്നതിന് മുന്നേ നടക്കുന്ന കാര്യങ്ങൾ. ആൻഡ് B ഈസ് ഫോർ ബിഹേവിയേഴ്സ്, കുട്ടി എക്സിബിറ്റ് ചെയ്യുന്ന ബിഹേവിയേഴ്സ്. ആൻഡ് C സ്റ്റാൻഡ്സ് ഫോർ കോൺസിക്വൻസസ്, ഒരു ബിഹേവിയറിന് നടന്നതിന് ശേഷം സംഭവിക്കുന്നതാണ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ഈ A ആൻഡ് C അല്ലെങ്കിൽ ഈ ആൻറ്റിസിഡൻസ് ആൻഡ് കോൺസിക്വൻസസ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്നത് വഴി ഈ പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാനും ഈ ബിഹേവിയേഴ്സ് ചേഞ്ച് ചെയ്ത് സോഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സിലേക്ക് മോഡിഫൈ ചെയ്യാനും ഒരു പരിധിവരെ ABAയിലൂടെ നമുക്ക് സാധിക്കും. ഓട്ടിസമുള്ള എല്ലാ കുട്ടികൾക്കും ABA തെറാപ്പി എഫക്റ്റീവ് ആവാറുണ്ടോ? തീർച്ചയായും ഓട്ടിസം ഉള്ള ഒരു 90% കുട്ടികളിലും ABA ടെക്നിക്സ് ഒരു പരിധിവരെ ഇഫക്റ്റീവാണ്. ഈ ABA ടെക്നിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ABA തെറാപ്പി എന്ന് പറയുന്നത് ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പറ്റിക് മെത്തേഡാണ്. ഓരോ കുട്ടികളുടെ നീഡ്സും എബിലിറ്റീസും എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്താണ് നമ്മൾ ഓരോ കുട്ടിക്കും വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഇഫക്റ്റീവാണ്. റിയൽ ലൈഫ് സെറ്റിംഗ്സിലോട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ABA സ്കിൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ABA തെറാപ്പിയുടെ ഗോൾസ് എന്ന് പറയുന്നത് തന്നെ കുട്ടികളുടെ ഫങ്ഷണൽ സ്കിൽസിനെയും അതുപോലെ അവരുടെ ആക്ടിവിറ്റീസ് ഇൻ ഡെയിലി ലിവിങ്ങിനെയും എൻഹാൻസ് ചെയ്യുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവരുടെ ലേണിംഗ് സ്കിൽസ്, സെൽഫ് മാനേജ്മെൻറ്റ്, സോഷ്യൽ ഇൻട്രാക്ഷൻ, ഇതെല്ലാം അതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ ഇവിടെ തെറാപ്പിസ്റ്റ് എൻഷുർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഈ സ്കിൽസ് എല്ലാം ജനറലൈസ് ചെയ്ത് ഡിഫറെൻറ്റ് സെറ്റിങ്സിൽ യൂസ് ചെയ്യാൻ കേപ്പബിൾ ആവുന്നു എന്നത്.